കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിൻ്റെ 4ാമത്തെ പാഠമായ വൃത്തി നൽകും ശക്തി എന്നുള്ള പാഠമാണ്. ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വ്യക്തി ശുചിത്വത്തെ പറ്റിയും അതുപോലെ പരിസര ശുചിത്വത്തെ പറ്റിയുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായും കൃത്യമായും ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം ക്ലാസ്സിൽ പങ്കെടുക്കണം. ക്ലാസ്സിൽ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ 1ാമത്തെ പാഠത്തിൽ നമ്മൾ കാണുന്നത് വൃത്തി നൽകും ശക്തി എന്നുള്ള ഭാഗത്തിൽ ഒരു ഡോക്ടറും കുറേ കുട്ടികളും നിൽക്കുന്ന ചിത്രമാണ്. അവിടെ ഡോക്ടർ ആണ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നോക്കൂ, കുട്ടികളൊക്കെ അവിടെ നിന്ന് സംശയങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് ചിത്രത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് സ്കൂൾ പാർലമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം അലൻ തൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചത് വായിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പറ്റുന്ന രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലെത്താതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം വൃത്തിയായി സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഒരു കുട്ടിയും അവൻ്റെ അമ്മയും കൂടെയുള്ള സംസാരിക്കുന്നതാണ്. സ്കൂളിൽ നിന്നും വന്നല്ലേ, പോയി കൈയും മുഖവും കഴുകൂ. കൈയും മുഖവും സോപ്പിട്ട് കഴുകൂ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അമ്മമാരിങ്ങനെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയാറുണ്ട്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൈയും മുഖമൊക്കെ കാലും ഒക്കെ സോപ്പിട്ട് കഴുകിയിട്ട് വരാൻ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാറുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നോക്കൂ, തൊട്ടിപ്പുറത്തെ ചിത്രത്തിൽ കാണുന്നത് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്. എന്തുകൊണ്ടായിരിക്കും? നോക്കൂ, ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ മല വിസർജനത്തിനുള്ള സ്ഥലമാണ്. അപ്പോഴും ടോയ്ലറ്റിൽ മറ്റുള്ളവരും നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകും. ഈ രോഗാണുക്കൾ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കും. നമ്മൾ മലവിസർജനത്തിന് പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലൊക്കെ രോഗാണുക്കൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. അവ വീണ്ടും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരും. അപ്പം കൈ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗാണുക്കൾ പോകാൻ വേണ്ടിയാണ് നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത്. ഇനി നോക്കൂ, ചിത്രങ്ങൾ കണ്ടല്ലോ. താഴെ 2 കുട്ടികൾ ടാപ്പൊക്കെ തുറന്നു വെച്ച് വാഷ് ബേസിന് കൈ കഴുകുന്നതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, അതുപോലെ കളി കഴിഞ്ഞ് വരുമ്പോൾ, പിന്നെ ചീത്ത വസ്തുക്കൾ നമ്മുടെ കയ്യിൽ പറ്റിയാലൊക്കെ നമ്മൾ സോപ്പിട്ട് കൈകൾ കഴുകണം. ഇനി നോക്കൂ, വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇതൊരു പരീക്ഷണമാണ്. പരീക്ഷണം ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് മാറ്റി വയ്ക്കുക. ഇനി നോക്കൂ, കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിന് ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളമെടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വയ്ക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? നോക്കൂ, ആദ്യം നമ്മളെടുത്ത ഗ്ലാസ്സിലെ വെള്ളം നല്ല തെളിഞ്ഞിരിക്കും. രണ്ടാമത് എല്ലാവരും കൈ കഴുകിയതിന് ശേഷം എടുത്ത ബക്കറ്റിൽ നിന്ന് എടുത്ത വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ചെളിവെള്ളം പോലെ നിറം മങ്ങി വെള്ളമായിരിക്കും രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ധാരാളം ചെളിയും രോഗാണുക്കളും ഒക്കെ ഉണ്ടെന്നാണ് ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയതെന്ന് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൈ വൃത്തിയായി കഴുകേണ്ടതെന്നാണ് തുടർന്നുള്ള ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. കൈ കഴുകലിൻ്റെ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. ഒന്നാമത്, കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക. രണ്ടാമത് കാണുന്നത്, കൈവെള്ളകൾ കൈക്ക് ഉൾഭാഗം കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക. മൂന്നാമത് കാണിച്ചിരിക്കുന്ന ചിത്രം ഇതാണ്. കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക.
നാലാമത് കാണിച്ചിരിക്കുന്ന ചിത്രം ഇതാണ്. നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. വിരലുകളും കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. നോക്കൂ, അടുത്തത് ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിൽ നിന്നൊക്കെ നമ്മൾ പിടിക്കുന്ന വെള്ളം, നല്ല വെള്ളത്തിൽ കഴുകണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, ഇതൊക്കെ ചെയ്താൽ മാത്രം പോരല്ലോ. അപ്പോഴാണ് ഇവിടെ ഒരു കുട്ടി നഖമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ചിത്രം ഇരിപ്പുണ്ട്. ഇതാ എൻ്റെ കൈകൾ, വൃത്തിയുള്ള കൈകൾ. ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ. ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. അഴുക്കുകളും രോഗാണുക്കളും ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് കൈകൾ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കണമെന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായ ആഴ്ചയിൽ ഒരിക്കലും നഖം വെട്ടി വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ നഖത്തിനിടയിൽ രോഗാണുക്കളും ചെളിയൊക്കെ ഇരിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല. രോഗാണുക്കളെ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷേ അവ നമുക്ക് പെട്ടെന്ന് രോഗം പരത്തും. അതുകൊണ്ടാണ് നഖമൊക്കെ വൃത്തിയായി വെട്ടി സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇനി നോക്കൂ, കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ എഴുതി നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നു. അത് നമുക്ക് വായിക്കാം. ഡോക്ടർ എഴുതിയതാണ്: വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങളുണ്ടാകും. ഇനി രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. നോക്കൂ, നമുക്ക് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പുതിയ പല്ലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 2 നേരം പല്ല് തേച്ചില്ലെങ്കിൽ പല്ലുകളൊക്കെ കേടായി പോകാനും, ആദ്യത്തെ പൊഴിഞ്ഞ പോയ പല്ലുകൾ പോലെ ഈ പല്ലുകൾ പൊഴിഞ്ഞാൽ പുതിയ പല്ലുകൾ വരില്ല. അതുകൊണ്ട് ഇനി നമ്മൾ വലിയ കുട്ടികളായിട്ടുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാനുള്ള പല്ലാണ്. അതുകൊണ്ട് ആ പല്ലുകൾ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അതുകൊണ്ട് രാവിലെ ഭക്ഷണത്തിന് മുമ്പും വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം വൃത്തിയായി പല്ലൊക്കെ തേച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇനി നമുക്ക് താഴെ ഒരു കുട്ടി നിൽപ്പുണ്ട്. മാസ്ക് ധരിക്കുന്ന എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ നിങ്ങൾക്ക് സഹായിക്കാമോ? അപ്പം എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, കൊറോണയുടെ ഒക്കെ കാലത്ത് ആളുകളെല്ലാം മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. നിപ്പ വൈറസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ മാസ്ക് ധരിക്കാനൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കേൾക്കാറുണ്ട്. മാസ്ക് ധരിക്കുന്ന ഇതിനാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾക്ക് പിടിക്കാതിരിക്കാനാണ് മാസ്ക് ധരിക്കുന്നത്. നോക്കൂ, ഇനി അടുത്ത ചിത്രം നമ്മൾ കാണുന്നത് വൃത്തിയുള്ള പല്ലുകളാണ്. പല്ലുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു പല്ലുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യം. നമ്മുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ? ചിത്രം നിരീക്ഷിക്കൂ. ഒന്നാമത്, നമ്മൾ പല്ല് തേക്കുമ്പോൾ ചിലപ്പം അശ്രദ്ധമായിട്ടൊക്കെ തേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചിത്രരൂപത്തിൽ കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ചിത്രം കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പല്ല് തേക്കാൻ. ഒന്നാമത്തെ ചിത്രത്തിൽ പല്ല് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ബ്രഷ് ചെരിച്ച് പിടിച്ച് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും തേക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ അത് കുറച്ചുകൂടി കാണിച്ചിട്ടുണ്ട്. മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ മുകൾ നിരയിലുള്ള പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും കീഴ്നിരയിലുള്ള പല്ലുകൾ താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യുന്നു. ഇനി അടുത്തത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ചിത്രം നോക്കൂ. ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന അണപ്പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുന്നു. പല്ലുകളുടെ അകവശവും ബ്രഷ് ചെയ്യുക. നോക്കൂ, ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവ് വൃത്തിയാക്കണം. നോക്കൂ, അപ്പം നമ്മുടെ എല്ലാ പല്ലുകളും നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പല്ല് തേക്ക നിർത്താൻ. അപ്പം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകണം. പല്ല് തേക്കേണ്ട ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പം നിങ്ങൾ ഈ ചിത്രം കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഇനി അടുത്ത് നോക്കൂ. വൃത്തിയുള്ള ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? നോക്കൂ, കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം.
ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. കൈ കഴുകൽ, പല്ലു തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ. ശുചിത്വശീലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ നോക്കൂ, വീട്ടിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. ഇനി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനങ്ങളാണ് വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. നോക്കൂ, എൻ്റെ ശുചിത്വം എൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വൃത്തിയായി നടക്കുന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഓരോ കുട്ടികളും നല്ല വൃത്തിയായി നടക്കാനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ നമ്മൾക്ക് എടുക്കാനുള്ള തീരുമാനങ്ങൾ: ദിവസവും നമ്മൾ കുളിക്കണം, അതാണ് ഒരു തീരുമാനം. രണ്ടാമത്, 2 നേരം നമ്മൾ പല്ല് തേക്കണം. അലക്കി ഉണങ്ങിയ വസ്ത്രം മാത്രം ധരിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം. ഇതുകൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതിൽ നിന്ന് നമുക്ക് ശുചിത്വശീലങ്ങൾ കൃത്യമായി ഒന്നുകൂടെ നമ്മളിവിടെ പഠിക്കുകയാണ്. ശുചിത്വശീലങ്ങൾ ഇവയാണ്: ദിവസവും കുളിക്കണം, 2 നേരം പല്ലു തേക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം, അലക്കി ഉണങ്ങിയ വസ്ത്രം ധരിക്കണം, ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകണം, ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം. അപ്പോൾ നോക്കൂ, ഈ 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞപ്പോൾ ആണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ രാവിലെ പേസ്റ്റൊക്കെ ഉപയോഗിച്ചാണ് പല്ല് തേക്കുന്നത്. വൈകുന്നേരം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പേസ്റ്റ് ഉപയോഗിച്ചല്ല പല്ല് തേക്കേണ്ടത്. വെറുതെ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച് വൃത്തിയായിട്ട് കഴുകി വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.